എല്ലാവരും ഒരു സഫിൽ, ഒരേ സഫിൽ, ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കുന്ന 10 ആളുകൾക്കും ഒരേ പ്രതിഫലമല്ല. ചില ആൾക്കാർക്ക് 10ൽ 1, ചില ആൾക്കാർക്ക് 10ൽ 2, ചില ആൾക്കാർക്ക് 10ൽ 9. കാരണം എന്താണ്? എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴും പ്രതിഫലം വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെ നിൽക്കുമ്പോഴുള്ള ഉദ്ദേശം. ആ നമസ്കാരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടുള്ള നമസ്കാരം, ആ നമസ്കാരത്തിലുള്ള ഖുശൂ, ഇതൊക്കെ നോക്കിയിട്ടാണ് അതിന് പ്രതിഫലം തരിക. അപ്പോൾ അതുകൊണ്ട് 1ന് 1 മിനിമം 10. നിങ്ങൾ ആലോചിക്കുന്ന ഒരു തെറ്റാണെങ്കിലോ, ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റിൻ്റെ കുറ്റേ കിട്ടുള്ളൂ, അതെന്നെ ചെയ്താലേ കിട്ടുള്ളൂ. എന്നിട്ടും അല്ലാഹ് ഖുദ്സിയായ ഹദീസിൽ മലക്കിനോട് എന്താ പറയണത്? എഴുതല്ലേ, രേഖപ്പെടുത്തല്ലേ, എൻ്റെ അടിമ തൗബ ചെയ്യുമോ എന്ന് നോക്ക്. അവൻ തൗബ ചെയ്താൽ അതൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞണമെന്നാണ്. അപ്പോൾ നോക്കി, ആ ഡിലീറ്റ് ചെയ്ത് തൗബ ചെയ്താൽ പഠിച്ചോണ്ട് ഡിലീറ്റ് ചെയ്യും. ഇനി അതല്ല ചെയ്യാൻ ഉദ്ദേശിച്ചു, ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പിന്നെ തോന്നി വേണ്ട, ഇനിയിപ്പോൾ അത് പഠിച്ചോന് അത് തെറ്റായാലോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഷെറുണ്ടായാലോ എന്ന് വിചാരിച്ച് ആ തെറ്റ് ഉപേക്ഷിച്ചു. അപ്പോൾ അത് നന്മയായി രേഖപ്പെടുത്തുമെന്നാണ്. ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു തെറ്റ് ചെയ്യാതെ പോയാൽ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും. ഇത്രയും നല്ലൊരു സ്കീം പഠിച്ചോനല്ലാതെ ആർക്കാണ് തരാൻ പറ്റുക? ഇങ്ങനെയൊക്കെ ഒരു സ്കീം തന്നിട്ടും നമ്മൾ നരകത്തിലാണ് പോകുന്നതെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും അത്.